എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും ബിജി ഷോളൂർ മാർക്കറ്റ് അനാലിസിസിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സപ്പോർട്ട് റെസിസ്റ്റൻസിനെ കുറിച്ചാണ്. കാരണം നമ്മുടെ ഒരു മാർക്കറ്റ് അനാലിസിസ് ആയാലും വളരെ ഒരു സക്സസ്ഫുള്ളായിട്ട് ചെയ്യണമെങ്കിൽ എങ്ങനെയാണ് സക്സസ് ആയിട്ടുള്ള ആളുകൾ സപ്പോർട്ട് റെസിസ്റ്റൻസിന് ഹാൻഡിൽ ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കണം. അപ്പോൾ എപ്പോഴും ആ രീതി മനസ്സിലാക്കി കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് സക്സസ് ആകാൻ സാധിക്കും. അപ്പോൾ എങ്ങനെയാണ് റൈറ്റ് രീതിയിൽ സപ്പോർട്ട് റെസിസ്റ്റൻസിനെ മനസ്സിലാക്കുക എന്നുള്ളത് പറഞ്ഞു തരാം. അതുപോലെ തന്നെ എങ്ങനെയാണ് റൈറ്റ് രീതിയിൽ നമുക്ക് സപ്പോർട്ട് റെസിസ്റ്റൻസിൽ നിന്ന് നമുക്ക് എങ്ങനെയാണ് ബൈ എടുക്കലും ഷോർട്ട് സെൽ ചെയ്യുന്നതൊക്കെ എങ്ങനെയാണെന്നുള്ളതാണ് നമ്മളിപ്പോൾ പറയാൻ പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ സപ്പോർട്ട് റെസിസ്റ്റൻസ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് എന്താണെന്ന് മനസ്സിലാക്കണം. പലരും ചിലപ്പോൾ പത്രങ്ങളിലും ന്യൂസിലൊക്കെ കണ്ടു കാണും. ഇപ്പോൾ നിഫ്റ്റി 12,000 നിഫ്റ്റിയുടെ ഒരു മേജർ റെസിസ്റ്റൻസ് ഏരിയ അത് ബ്രേക്ക് ചെയ്തിരിക്കുന്നു. അതുപോലെ തന്നെ നിഫ്റ്റി 9,000 നിഫ്റ്റിയുടെ മേജർ സപ്പോർട്ട് ഏരിയ അത് ബ്രേക്ക് ചെയ്തിരിക്കുന്നു. അങ്ങനെ പല ന്യൂസിലൊക്കെ കണ്ടു കാണും എല്ലാവരും. അപ്പോൾ സപ്പോർട്ട് റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ പലരും പല രീതിയിലാണ് സപ്പോർട്ട് റെസിസ്റ്റൻസ് കാണുന്നത്. കാരണം സപ്പോർട്ട് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ഒരുപാട് മെത്തേഡുകളുണ്ട്, നൂറുകണക്കിന് മെത്തേഡുകളുണ്ട്. അപ്പോൾ അതിലത്തെ ഏതെങ്കിലും മെത്തേഡുകളുടെ പലരും യൂസ് ചെയ്യുന്നുണ്ടായിരിക്കാം. ഇപ്പോൾ ചിലപ്പോൾ ഇൻഡിക്കേറ്റേഴ്സ് യൂസ് ചെയ്യാം, ചിലപ്പോൾ എന്താ പറയുക മൂവിങ് ആവറേജ് യൂസ് ചെയ്യാം, ട്രെൻഡ് ലൈൻ യൂസ് ചെയ്യാം. അങ്ങനത്തെ എന്ത് വേണമെങ്കിലും നമുക്കത് സപ്പോർട്ട് റെസിസ്റ്റൻസിന് വേണ്ടി യൂസ് ചെയ്യാം. അപ്പോൾ നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് ഒരു ഹൈ പ്രോബബിലിറ്റി വരുന്ന ഒരു രീതിയാണ് നമ്മളിവിടെ അഡാപ്റ്റ് ചെയ്തിരിക്കുന്നത്. ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറയാനായിട്ട്, ഇപ്പോൾ ഒരു സ്റ്റോക്കിൻ്റെ വില, ഇപ്പോൾ ഞാനിവിടെ മുകളിൽ ഞാനൊരു കമ്പനിയുടെ വില അടയാളപ്പെടുത്തിയിട്ടുണ്ട്. 100 റുപ്പീസ് ആണ് അതിൻ്റെ റെസിസ്റ്റൻസ്, അതേപോലെ തന്നെ 90 റുപ്പീസാണ് അതിൻ്റെ സപ്പോർട്ട് എന്ന് പറഞ്ഞിട്ട് ഒരു കമ്പനി, ഒരു സ്റ്റോക്കിൻ്റെ എന്തെങ്കിലും ആയിക്കോട്ടെ, സ്റ്റോക്കോ കമ്മോഡിറ്റി എന്തെങ്കിലും ആയിക്കോട്ടെ, ആ കമ്പനിയുടെ വില എന്ന് പറഞ്ഞത് ഇപ്പോൾ നിൽക്കുന്നത് 95-ലാണ്. അപ്പോൾ ആ കമ്പനിക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കമ്പനിയുടെ ഒരു സപ്പോർട്ട് എന്ന് പറയുന്നത് 90 റുപ്പീസ് ആണെങ്കിൽ അത് ചിലപ്പോൾ ആ ഒരു സപ്പോർട്ടിലേക്ക് താഴത്തേക്ക് ഇറങ്ങി വരുമ്പോൾ ആ സപ്പോർട്ടിൽ എത്തിക്കഴിഞ്ഞാൽ അതിനവിടെ നിന്ന് തിരിച്ച് കയറാനുള്ളൊരു സാധ്യത കൂടുതലാണ്. അതുപോലെ തന്നെ അത് തിരിച്ച് മുകളിലേക്ക് കയറുമ്പോഴും അതിൻ്റെ ഒരു റെസിസ്റ്റൻസ് അഥവാ പ്രതിരോധം എന്ന് പറയുന്നത് ഒരു 100 ആണ്. അപ്പോൾ ഒരു 100-ലെത്തുമ്പോൾ തിരിച്ച് താഴോട്ട് വരാനും ഒരു സാധ്യതയുണ്ട്. അപ്പോൾ ഇതാണ് നമുക്ക് വരാവുന്ന ഒരു കൺസെപ്റ്റ് വരുന്നത്. ഇനി അടുത്തൊരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ ഈ കമ്പനിയുടെ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് 100 ആണ്, സപ്പോർട്ട് എന്ന് പറയുന്നത് 90 രൂപയാണ്. ഓക്കെ, 90 റുപ്പീ റെസിസ്റ്റൻസ് സപ്പോർട്ട് എന്ന് പറയുന്നത് 90 റുപ്പീസാണ്. അപ്പോൾ ഈ കമ്പനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേപോലെ സപ്പോർട്ടിൻ്റെ അടുത്തേക്ക് എത്തുന്നൊരു സമയത്ത് ചിലപ്പോൾ സപ്പോർട്ട് എന്ന് പറയുന്ന ഒരു 90 എന്ന് പറയുന്ന ഒരു ഫിഗർ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ വലിയ രീതിയിൽ അതിന് താഴത്തേക്ക് പോകാനുള്ളൊരു പ്രഷർ ഉണ്ടായിരിക്കും. അപ്പോൾ സപ്പോർട്ട് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റ് വലിയ രീതിയിൽ താഴത്തേക്ക് പോയി എന്നൊക്കെ ആളുകൾ പറയുന്നത് ഇതുകൊണ്ടാണ്. അപ്പോൾ ചില നല്ലൊരു മേജർ സപ്പോർട്ടുകളാണെങ്കിൽ അത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ കമ്പനിയുടെ പ്രൈസ് ചിലപ്പോൾ വലിയ രീതിയിൽ തന്നെ താഴത്തേക്ക് പോകാനുള്ളൊരു സാധ്യതയുണ്ട്. അപ്പോൾ ഓക്കെ, ഇത് 95 റുപ്പീസ് തന്നെയുള്ള ഈ കമ്പനിയുടെ വില എന്ന് പറയുന്നത് അതിങ്ങനെ മുകളിലോട്ട് ഇങ്ങനെ ഇതേ രീതിയിൽ ഇങ്ങനെ മുകളിലോട്ട് പോയി റെസിസ്റ്റൻസുമേ തട്ടി അത് വീണ്ടും റെസിസ്റ്റൻസ് എന്ന് പറയുന്ന 100 റുപ്പീസ് എന്ന് പറയുന്ന റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്തതിന് ശേഷം അതൊരു വലിയ രീതിയിൽ അത് മുകളിലോട്ട് 110-ലേക്കും 120-ലേക്കും മൂവ് ചെയ്യുന്നു, അതായത് മുകളിലേക്ക് പോകുന്നു. കാരണം റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് അതിൻ്റെ ഒരു പ്രതിരോധമാണ്. അത് ഭേദിക്കുന്ന ഒരു സമയത്ത് വലിയ രീതിയിൽ അത് മുകളിലേക്ക് പോകാനുള്ളൊരു സാധ്യതയുണ്ട്. കൂടുതൽ ബയേഴ്സ് അവിടെ വരും റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യുന്നൊരു സമയത്ത്. അതുപോലെ തന്നെ സപ്പോർട്ട് ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ ആളുകളൊക്കെ കയ്യിലുള്ള സ്റ്റോക്ക് ചിലപ്പോൾ വിറ്റുമാറും, വലിയൊരു നഷ്ടത്തിലേക്ക് പോകണ്ട എന്ന് കരുതിയിട്ട് വിറ്റുമാറും. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ കമ്പനിയുടെ പ്രൈസ് ചിലപ്പോൾ താഴ്ത്തേക്ക് വരാനും സാധ്യതയുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് ശരിക്കും ആ ഒരു സപ്പോർട്ട് റെസിസ്റ്റൻസ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് അത് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ സപ്പോർട്ട് റെസിസ്റ്റൻസ് ഉപയോഗിച്ച് ട്രേഡ് ചെയ്യുന്നവർക്ക് എവിടെയൊക്കെ ബൈ എടുക്കണം? ഒന്നെങ്കിൽ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത് മുകളിലേക്ക് പോകുമ്പോൾ, അതുപോലെ തന്നെ സപ്പോർട്ടിനെ ഹോൾഡ് ചെയ്തിട്ട് മുകളിലോട്ട് പോകുമ്പോൾ ബൈ എടുക്കാം. അല്ലെങ്കിൽ പിന്നെ സപ്പോർട്ട് ബ്രേക്ക് ചെയ്ത് താഴത്തേക്ക് വരുന്ന സമയത്ത് നമുക്ക് വേണമെങ്കിൽ ഷോർട്ട് സെൽ ചെയ്യാം. ഇത്തരം കാര്യങ്ങളാണ് ചെയ്യാൻ സാധിക്കുന്നത്. ഇത് ഇന്നലെ നമ്മൾ നൽകിയിട്ടുള്ള ഡയറക്ഷനാണ്. ഇപ്പോൾ ബാങ്ക് നിഫ്റ്റിയുടെ ഒരു 15 മിനിറ്റ് ഗ്രാഫാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. ഇതിൽ അടയാളപ്പെടുത്തിയിട്ടുള്ള ലെവലുകളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇന്നലെ നൽകിയതാണ്. റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞത് 28500 എന്ന് പറഞ്ഞ ആ റെസിസ്റ്റൻസ് ഒക്കെ നമ്മളത് ഇന്നലെയാണ് നമ്മളത് നൽകുന്നത്. ഡൗട്ടുള്ളവർക്ക് അത് ഇന്നലത്തെ വീഡിയോസ് എടുത്ത് നോക്കി കഴിഞ്ഞാൽ അറിയാൻ സാധിക്കും. പിന്നെ സപ്പോർട്ട് എന്ന് പറഞ്ഞത്, സപ്പോർട്ട് ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്, ഞാൻ എഴുതിയത് മിസ്റ്റേക്ക് ഉണ്ട്, 28,000 ആണ് അവിടെ വരുന്നത്. പിന്നെ അടുത്ത സപ്പോർട്ട് 27,400.
അപ്പോൾ ഇന്നത്തെ ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാർക്കറ്റ് ഓപ്പണിംഗ് തന്നെ സപ്പോർട്ടിന് താഴെയായിരുന്നു. പക്ഷേ അതൊരു താഴ്ത്തിക്കായാലും അതിൻ്റെ ഒരു വലിയൊരു മൂവ്മെൻറ്റ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ അത് നിഫ്റ്റി കാര്യങ്ങളൊക്കെ പോസിറ്റീവായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ആ ലെവലിൽ നിന്ന്, കാരണം അവിടെ ഒരു 45 മിനിറ്റോളം അവിടെ ഒരു ഹോൾഡ് ചെയ്ത് നിന്നിട്ട് അത് തിരിച്ച് കയറാണ് ചെയ്തിരുന്നത്. കാരണം നമ്മൾ ഇന്നലെ രേഖപ്പെടുത്തിയിട്ടുള്ളൊരു ലെവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് റൈറ്റ് റെസിസ്റ്റൻസ് ആയിരുന്നു. ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കാണാൻ സാധിക്കും, ഇന്ന് ആ ഒരു റെസിസ്റ്റൻസിൻ്റെ അവിടെ ഒരുപാട് സമയമാണ് അതൊരു സ്പെൻഡ് ചെയ്തത്. അത് ഇൻ കേസ് അത് മുകളിലേക്കായാലും ആ ഒരു റെസിസ്റ്റൻസ്, കാരണം അതൊരു റൈറ്റ് റെസിസ്റ്റൻസ് ആയിരുന്നു നമ്മളത് ഇന്നലെ നൽകിയത്. ആ റെസിസ്റ്റൻസ് നമ്മൾ ആ ഒരു ബോക്സ് വരച്ചിട്ടത്. അപ്പോൾ അതുകൊണ്ടാണ് അതവിടെ ഒരു റൈറ്റായിട്ട് അവിടെ ഒരുപാട് സമയം അത് സ്പെൻഡ് ചെയ്തത്. പക്ഷേ അതിന് ശേഷം അത് തിരിച്ചത് ബ്രേക്ക് ചെയ്ത് മുകളിലേക്ക് പോവുകയാണ് പറഞ്ഞത്. നമ്മൾ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു, തിരിച്ച് മുകളിലേക്ക് പോകുമ്പോൾ എപ്പോഴും ബൈ ട്രെൻഡാണ്, ഒരിക്കലും ഷോർട്ട് ചെയ്യരുത് മുകളിലേക്ക് പോകുമ്പോൾ. അപ്പോൾ അവിടെ നമുക്ക് ആ ഒരു സപ്പോർട്ടിൻ്റെ ലെവൽ തിരിച്ച് ആ ഒരു ബോക്സ് ബ്രേക്ക് ചെയ്തപ്പോൾ തന്നെ നമുക്കൊരു ബൈ ആണ് ശരിക്കും മാർക്കറ്റ് വന്നിരുന്നത്. അത് കൃത്യമായിട്ടത് നോക്കിക്കഴിഞ്ഞാൽ അത് മനസ്സിലാവും. അതിനുശേഷം അത് അടുത്തൊരു റെസിസ്റ്റൻസ് വരെ അവിടെ നിന്ന് അത് ഈസി ആയിട്ട് പോയി. അതായത് ആ റെസിസ്റ്റൻസ് എത്തിയപ്പോഴാണ് പിന്നെ അതിൻ്റെ ഒരു അടുത്തൊരു പ്രഷർ വന്നിരിക്കുന്നത്. അപ്പോൾ ഇതൊരു സാധാരണ ചെയ്യുന്ന ഒരാൾക്കായാൽ പോലും എന്താണെന്ന് വെച്ചാൽ കൃത്യമായിട്ട് ആ ഒരു ബൈ ശരിക്കും യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുമായിരുന്നു. ഇൻ കേസ് അത് ഷോർട്ട് സെല്ല് ചെയ്തിട്ട് വലിയൊരു പ്രോഫിറ്റ് വന്നില്ലെങ്കിൽ പോലും, ഇൻ കേസ് അതിൻ്റെ ഒരു സ്റ്റോപ്പ് ലോസ് പോയാൽ പോലും അടുത്തൊരു ട്രേഡിൽ നമുക്കൊരു വലിയൊരു മൂവ്മെൻറ്റ്, ആ ഒരു 1:2ൻ്റെ മുകളിലേക്ക് വലിയൊരു ടാർഗറ്റ് നമുക്കത് ശരിയായിട്ടത് കിട്ടുമായിരുന്നു. ശരിക്കും ആ ഒരു പറഞ്ഞിരുന്ന രീതിയിൽ മാത്രം ചെയ്തിരുന്നെങ്കിൽ. അപ്പോൾ ഇനി നമുക്ക് നിഫ്റ്റിയിൽ സംഭവിച്ചത് നോക്കാം. നിഫ്റ്റിയുടെ ഈ ലെവൽ നമ്മളത് പ്രത്യേകം അത് ഇന്നലെ അടയാളപ്പെടുത്തിയതാണ്. നിഫ്റ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് ബാങ്ക് നിഫ്റ്റിനെക്കാട്ടും കുറച്ചും കൂടിയും അതൊരു പോസിറ്റീവാണ്. പക്ഷേ ഓപ്പണിംഗ് തന്നെ നിഫ്റ്റിയുടെ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ സാധിക്കും. ഓപ്പണിംഗ് നിഫ്റ്റിയുടെ സപ്പോർട്ട് നമ്മൾ അടയാളപ്പെടുത്തിയത്, നമ്മൾ സപ്പോർട്ടിന് താഴെ പോയാൽ മാത്രമേ സെല്ലെടുക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞിരുന്നു. ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാൻ സാധിക്കും, മാർക്കറ്റ് ഓപ്പൺ ചെയ്തത് പോലും സപ്പോർട്ടിന് മുകളിലായിരുന്നു. അപ്പോൾ ഈ ലെവൽ ഇന്നലെ മാർക്ക് ചെയ്താണ് റെസിസ്റ്റൻസ്. ഈ ലെവൽ സപ്പോർട്ട് നമ്മൾ 12,260 എന്ന് പറഞ്ഞതിൻ്റെ താഴെ മാത്രമാണ് നമ്മളൊരു ഷോർട്ട് സെല്ല് നമ്മളത് സജസ്റ്റ് ചെയ്തിരുന്നത്. ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ രാവിലെ ഓപ്പണിംഗ് തന്നെ ഓപ്പൺ ചെയ്തത് പോലും സപ്പോർട്ടിന് മുകളിലാണ്. അപ്പോൾ എന്താ പറയുക, ഓപ്പൺ ചെയ്തത് പോലും സപ്പോർട്ടിൻ്റെ മുകളിലായിരുന്നു. അതിനുശേഷം ആ ഒരു സപ്പോർട്ട് ഹോൾഡ് ചെയ്തിട്ട് അത് തിരിച്ച് കയറുമ്പോൾ, നേരത്തെ പറഞ്ഞു സപ്പോർട്ടിന് മുകളിൽ അത് ഓപ്പൺ ചെയ്തിട്ട് അത് ഹോൾഡ് ചെയ്ത് തിരിച്ച് കയറുമ്പോൾ അതിനൊരു എക്സ്ട്രാ പവറാണ്. ആ ഒരു മൂവ്മെൻറ്റാണ്. കാരണം നിഫ്റ്റി ഇന്ന് റൈറ്റ് ബൈയിലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ആ ഒരു ബാങ്ക് നിഫ്റ്റി ആ ഒരു പോസിറ്റീവിലേക്ക് അത് കടന്നിരുന്നത്. അപ്പോൾ രാവിലെ മുതൽ തന്നെ നിഫ്റ്റി അത് ബ്രേക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. നമുക്കതിൻ്റെ താഴത്തേക്ക് മാർക്കറ്റ് ഒരിക്കലും 12,620 താഴത്തേക്ക് മാർക്കറ്റ് അവിടെ ഹോൾഡ് ആയിരുന്നില്ല. അവിടെ നിന്ന് അത് തിരിച്ച് ബൗൺസ് ആവുകയാണ് ചെയ്തിരുന്നത്. കാരണം അതൊരു റൈറ്റ് സപ്പോർട്ട് ലെവലാണ്. അത് അടുത്തൊരു റെസിസ്റ്റൻസ് ലെവൽ വരെയാണ് പോയത്. 12,730 വരെ പോയി. കൃത്യമായിട്ട് അവിടെ നിന്ന് തന്നെ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് വന്നു. കാരണം അത് റൈറ്റ് റെസിസ്റ്റൻസ് ആണ്. നേരത്തെ പറഞ്ഞു, റൈറ്റ് റെസിസ്റ്റൻസും സപ്പോർട്ടും കിട്ടി കഴിഞ്ഞാൽ നമുക്കത് ഈസി ആയിട്ട് ട്രേഡ് ചെയ്യാൻ പറ്റും. അവിടെ നിന്ന് അത് വീണ്ടും മാർക്കറ്റിൻ്റെ ഒരു പോസിറ്റീവ്, കാരണം അടുത്ത ദിവസം ദീപാവലിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ മാർക്കറ്റിൻ്റെ ഒരു ബുള്ളിഷ്നെസ് അത് നിലനിർത്താൻ വേണ്ടിയിട്ട് തന്നെ അത് തിരിച്ച് കയറി. അപ്പോൾ അത് തന്നെയാണ് ബാങ്ക് നിഫ്റ്റിയിലും അത് സംഭവിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതാണ് ഇന്നത്തെ മാർക്കറ്റിൽ നമുക്ക് കിട്ടിയത്. നമുക്കത് ശരിയായിട്ടത് യൂട്ടിലൈസ് ചെയ്തിരുന്നെങ്കിൽ നിഫ്റ്റിയിലും ബാങ്ക് നിഫ്റ്റിയിലായാലും നമുക്ക് റൈറ്റ് രീതിയിൽ നമുക്കതൊരു നല്ലൊരു പ്രോഫിറ്റ് ഏൺ ചെയ്യായിരുന്നു. ഈവൻ ഇൻട്രാഡേയിൽ ചെയ്യുന്നവർക്ക് പോലും റൈറ്റ് രീതിയിലേക്ക് അത് ഏൺ ചെയ്യായിരുന്നു. ഇപ്പോൾ സപ്പോർട്ട് 12,620 നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ സാധിക്കും. അപ്പോൾ അത് തന്നെയാണ് അടുത്തൊരു ദിവസത്തെ സപ്പോർട്ട്. പിന്നെ അടുത്ത ദിവസത്തേക്ക് തിങ്കളാഴ്ചയ്ക്ക് വേണ്ടിയിട്ടുള്ള ട്രേഡിംഗ് സെറ്റപ്പുകൾ കാര്യങ്ങളൊക്കെ നമ്മളത് അടുത്ത ദിവസങ്ങളിലായിട്ട് നമ്മൾ അപ്ഡേറ്റ് ചെയ്യും. അപ്പോൾ ഇപ്പോൾ വീഡിയോസ് ഇപ്പോൾ എല്ലാവർക്കും ബെനിഫിറ്റായി എന്ന് കരുതുന്നു. അത് തുടർച്ചയായി കണ്ടു കഴിഞ്ഞാൽ ഇപ്പോഴും ആ ഒരു റൈറ്റ് രീതിയിൽ, ആ ഒരു റൈറ്റ് ട്രെൻഡിൽ നിൽക്കാൻ പറ്റും. എങ്ങനെയാണ് ആ ഒരു റൈറ്റ് ട്രെൻഡിൽ നിൽക്കുക, നിഫ്റ്റിയിലായാലും ബാങ്ക് നിഫ്റ്റിയിലായാലും എങ്ങനെയാണ് ആ റൈറ്റ് ട്രെൻഡിൽ നിൽക്കുക, എങ്ങനെയാണ് റൈറ്റ് എൻട്രി എടുക്കുക, എപ്പോഴും നല്ലൊരു പ്രോഫിറ്റിലേക്ക് നമുക്കത് എൻഡ് ചെയ്യാനും പറ്റും. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ബെനിഫിറ്റ് ആയിട്ടുണ്ടാവും എന്ന് കരുതുന്നു. എല്ലാവരും അത് ഷെയർ ചെയ്യുക, മാക്സിമം ആളുകളിലേക്ക് അത് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി. താങ്ക്